നെല്ലിയാമ്പതിയുടെ ഉള്ളറകളിൽ ഒരു ഐതിഹ്യമുണ്ട്. ചില്ലിക്കൊമ്പൻ. ഈ കാടിന്റെ കാവൽക്കാരനായ ആ കാട്ടുരാജാവിനെ തേടി നാട്ടുകാർക്കിടയിലൂടെ ഞങ്ങൾ നടത്തിയൊരു യാത്ര. മരപ്പൊത്തിനുള്ളിൽ തന്റെ കുഞ്ഞിന് തീറ്റ നൽകുന്ന വേഴാമ്പലിന്റെ ദൃശ്യങ്ങൾക്കപ്പുറം സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ ആഴങ്ങളിലേക്കും വഴിയില്ലാത്ത കാടിനുള്ളിലൂടെ ആവേശകരമായ ഓഫ് റോഡ് സഫാരിയിലേക്കും നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ആ യാത്രയുടെ അവസാനം ഞങ്ങൾ കാത്തിരുന്ന കൂടിക്കാഴ്ച. നെല്ലിയാമ്പതിയുടെ വന്യതയും ഗാംഭീര്യവും നിറഞ്ഞ ഈ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യാമറയും മനസ്സും ഒക്കെ നിറച്ച് അവൻ മെല്ലെ നടന്ന് റോഡും ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് കയറിപ്പോയി. തലേ ദിവസം നല്ലപോലെ നമുക്ക് ചില്ലിക്കൊമ്പനെ കാണാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ചില്ലിക്കൊമ്പനെയും തേടി ഇറങ്ങി. 1-2 പേരോട് ചോദിച്ചപ്പോൾ നൂറടിയുടെ ഭാഗത്തുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കേശവമ്പാറയൊക്കെ കഴിഞ്ഞ് നൂറടിയിലെത്തി. നമ്മൾ നൂറടിയിലെത്തിയപ്പം നൂറടി പാലത്തിന്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ട് തന്നെ ചില്ലിക്കൊമ്പൻ നിൽക്കുന്നുണ്ട്. പക്ഷെ കാടിന്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇടയ്ക്ക് അവനൊരു ലുക്ക് തരുന്നുണ്ട്. ആ ലുക്ക് മാത്രം കാണാനായിട്ട് തന്നെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ നിന്നു പോകും. ഇവിടെ ഉണ്ടായിരുന്ന 2-3 ചേട്ടന്മാര് പറഞ്ഞത് ഇത് മൂപ്പരുടെ സ്ഥിരം റൂട്ടാണ്. ചിലപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂറോളം നിൽക്കും, വെയിലൊക്കെ താന്നിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്നാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നിരാശയൊക്കെ തോന്നി. എന്നാലും ഞങ്ങൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു. എൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു മൂപ്പര് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ആ മരത്തിന്റെ ചില്ലയൊക്കെ ഒന്ന് മാറ്റി എന്നാ എന്നെ ഒന്ന് കണ്ടോന്നുള്ള രീതിക്കൊന്ന് നിന്നു. മൂപ്പര് അവിടെ നിന്ന് ഇപ്പം മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പം അത്യാവശ്യം നേരമായി. അവനാ നിന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എങ്ങനെയല്ലേ ഒരു ആന ഇവിടെ നിൽക്കുമ്പോൾ നമ്മള് ഇതിനെ വിട്ടിട്ട് പോവാന്ന് നോക്കുന്നത്, പ്രത്യേകിച്ച് ചില്ലിക്കൊമ്പനെ. ഒരു വിധത്തിൽ ഞങ്ങള് മനസ്സോടെ ഇവിടുന്ന് പോകാന്ന് തീരുമാനിച്ചു. ഇപ്പൊ നമ്മള് കാരാപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരാപ്പാറയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു എസ്റ്റേറ്റ് ആണിത്. കാരാപ്പാറയിലേക്ക് പോകുന്ന വഴിക്കായിട്ട് ഒരു നെസ്റ്റ് കണ്ടു. ആ നെസ്റ്റിനകത്ത് കുട്ടിയുണ്ട് കേട്ടോ. കുട്ടി ഇപ്പം നല്ല ആക്റ്റീവാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം ഫീഡിങ് ടൈം ആയതുകൊണ്ട് പേരൻസിന് ഇവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് ദൂരെയായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ അമ്മ വേഴാമ്പൽ ഇരിക്കുന്നത് കണ്ടു. അത് ആ മരത്തേലിരുന്ന് ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ആ മരത്തിന്റെ തൊലി പറിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയും ആ മരത്തേലിട്ട് ഉരച്ചൊക്കെ അതിന്റെ തൊലി പറിച്ച് അതിനകത്ത് എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും പുഴുവോ ഒക്കെ ഇരിക്കണ്ടോന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ വേഴാമ്പല് കുട്ടി വേഴാമ്പലിനെ ഫീഡ് ചെയ്യുന്ന നോക്കിയേ. അത് കൊണ്ടുവന്ന് ഓരോ ഫ്രൂട്ടും ഓരോന്നോരോന്നായി എടുത്ത് ആ ചുണ്ടിലൂടെ കൊടുക്കുന്ന കണ്ടില്ലേ. ഇവരുടെ തൊണ്ടയിൽ ഒരു പൗച്ചുണ്ട്, ഗുല്ലാർ പൗച്ച് എന്ന് പറഞ്ഞിട്ട്. ആ പൗച്ചിലാണ് ഇവർ ഈ ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക. അവിടെ നിന്ന് പിന്നെ ഓരോന്നോരോന്നായി എടുത്താണ് കുട്ടികൾക്ക് കൊടുക്കാറ്. ഇതിപ്പോ ഈ കുട്ടി വേഴാമ്പല് കുറച്ച് വലുതായതുകൊണ്ടാണ് ഈ ഫീമെയിൽ വേഴാമ്പല് പുറത്തുള്ളത്. അല്ലെങ്കിൽ മുട്ടയിടുന്നതിന് മുമ്പ് തൊട്ട് ഈ കുട്ടി കുറച്ച് വലുതാവുന്നത് വരെ ഏകദേശം ഒരു 3-4 മാസമൊക്കെ ഈ ഫീമെയിൽ വേഴാമ്പല് ഈ നെസ്റ്റിന്റെ അകത്തായിട്ട് തന്നെ ഉണ്ടാവും. ഈ നെസ്റ്റിംഗ് സമയത്ത് ശരിക്കും മെയിൽ ഹോൺബിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം 2 പേർക്കുള്ള ഫുഡ് കൊണ്ടുവരണം.
അത് മാത്രമല്ല, ഈ നെസ്റ്റിന്റെ സേഫ്റ്റിയും ആള് തന്നെ നോക്കണം. അങ്ങനെ ആ ഫീമെയിൽ വേഴാമ്പല് ഫീഡ് ചെയ്തു പോയപ്പം മെയിൽ വേഴാമ്പല് ഈ നെസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഹോൺബില്ല് ഫുഡൊക്കെ ആയിട്ട് നെസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പം ആദ്യം കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ദൂരം മാറി എവിടെയെങ്കിലും ഇരിക്കും. പിന്നെ എന്തെങ്കിലും ത്രെറ്റൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ടായിരിക്കും ഇവർ ഈ നെസ്റ്റിന്റെ അടുത്തേക്ക് വരിക. ഈ വേഴാമ്പലിനെയും ആനയൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ സമയം പോകുന്നത് പിന്നെ അറിയില്ല. നമുക്കിന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റും പിന്നെ ജീപ്പ് സഫാരി ഒക്കെ പോവാനുണ്ട്. ഇത് പുലിയമ്പാറയുള്ള ഗവൺമെന്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫാം ആണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാട്ടോ. നിങ്ങൾ വരുമ്പം സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കയറി കാണണം. നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിക്കും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ്. ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ? ഇവിടെ ഒരു ഉണങ്ങിയ മരം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് ചില്ലിക്കൊമ്പന്റെ വിഷ്വൽസ് ഒക്കെ പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കായിട്ട് ഒരു ബീറ്റർ മോത്തിനെ പിടിക്കുന്നത് കണ്ടു. ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്ത് സെറ്റായി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അത് ആ മോത്തിനെ പിടിച്ച് ആ കറണ്ട് കമ്പിയിൽ പോയിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ബീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് പലതരം ബീറ്റേഴ്സിനെ കാണാം. ഈ ഇരിക്കുന്നത് ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീറ്റർ ആണ്. നമ്മൾ മലയാളത്തിൽ ചെന്തലേൻ വേലിത്തത്ത എന്ന് വിളിക്കുന്ന പക്ഷി. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ബേർഡാണ്. ഈ ബേർഡ് ആ പിടിച്ച മോത്തിനെ ഇടയ്ക്കിടയ്ക്ക് ആ കമ്പിയിലടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. ആ പിടിച്ച മോത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ വായന്ന് പറന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പറന്നു പോകുന്നതും ഇത് പെട്ടെന്ന് തന്നെ പോയി പിടിക്കും. ഇത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എല്ലാം ഫാസ്റ്റ് ഫോർവേഡിൽ നടക്കുന്ന പോലെയായിരുന്നു. പെട്ടെന്നാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ നെല്ലിയാമ്പതിയിൽ വരുമ്പം കാണാൻ ചാൻസ് ഉള്ളൊരു ബേർഡാണ് ഈ ബീറ്റർ. ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ഇതിനെ ഇവിടെ തന്നെ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് മിക്ക സമയങ്ങളിലും ഈ ബീറ്റേഴ്സിന്റെ സൈറ്റും കിട്ടും. അത് തിരിഞ്ഞിരുന്നപ്പോൾ നോക്കി അതിന്റെ ബാക്കിന്റെ ഷൈനിങ് എന്ത് രസമാണ് കാണാനെന്ന്. കുറച്ചു നേരം ബീറ്റേഴ്സിനൊക്കെ നോക്കി നിന്ന് നമ്മൾ ഇനി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം. നമ്മളീ പോകുന്ന വഴിയും ഈ ഒരു ഏരിയ ഒക്കെ പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയ പോപ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ചെക്ക് പോസ്റ്റിന് ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഇനി വ്യൂ പോയിന്റിലേക്ക്. ഞങ്ങളിവിടെ എത്തിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. നിങ്ങൾ വരുമ്പോൾ കുറച്ച് നേരത്തെ വരാൻ നോക്കണം. വെയിലുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചൂടൊന്നും എടുക്കുന്നില്ല. വ്യൂ പോയിന്റിലേക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ അവിടെ എത്തുന്ന അറിയില്ല. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വഴിയാണ്. പിന്നെ കാറ്റുള്ളത് കൊണ്ട് നമ്മൾ ചൂട് ഒന്നും അറിയുന്നുമില്ല. സുഖമായിട്ട് നടക്കാം. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്താറായി. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ്. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഓരോ വ്യൂ ആയിരിക്കും. ചിലപ്പം കോടയൊക്കെ ആകെ നിറഞ്ഞ് നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിക്കായിരിക്കും. ചിലപ്പോൾ നല്ല ക്ലിയർ വ്യൂ ആയിരിക്കും. ഇന്ന് എന്താ ഇവിടുത്തെ വ്യൂ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഇവിടുന്ന് എന്തായാലും വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ട്. അത്ര ക്ലിയർ അല്ലെങ്കിലും അത്യാവശ്യം കാണാം നമുക്ക്. താഴെ കാണുന്നതൊക്കെ കൊല്ലംകോടിന്റെ ഭാഗമാട്ടോ. ഈ കാണുന്നതാണ് നെല്ലിയാമ്പതിയിലെ ഐക്കോണിക് നെല്ലിമരം. നിങ്ങൾ ഇഷ്ടംപോലെ റീൽസിലും ഫോട്ടോസിലും ഒക്കെ ഈ നെല്ലിമരം കണ്ടിട്ടുണ്ടാവും. പണ്ട് വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ ഇവിടെ വന്ന് വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സീതാർകുണ്ട് എന്നുള്ള പേര് കിട്ടിയത്. ഇവിടെ താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട്, സീതാർകുണ്ട് വാട്ടർഫാൾ. നമ്മൾ കൊല്ലംകോട് സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു വാട്ടർഫാൾ കാണാം. നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഇറങ്ങി. ഇനി ഇവിടെ ഒരു പോപ്സ് എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു പോകാൻ.
20 രൂപയാണ് 4 വീലറിന് പാർക്കിംഗ് ആയിട്ട് മേടിച്ചിരിക്കുന്ന ഫീ. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവരുടെ ഔട്ട്ലെറ്റ്, പോപ്സിൻ്റെ ഔട്ട്ലെറ്റ്. അവിടെ എന്തൊക്കെ സാധനങ്ങളുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങൾ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ചായയും ഒരു സ്ക്വാഷും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവരുടെ തന്നെ പ്രൊഡക്ട്സ് ആയിട്ട് അവൈലബിൾ. ഇവിടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും സ്ക്വാഷും പിന്നെ കുറേ സ്പൈസസ് ഒക്കെ അവൈലബിൾ ആണ്. തിരിച്ച് പുലിയമ്പാറയ്ക്ക് പോകുന്ന വഴിക്കായിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു പരുന്ത് ഇരിക്കുന്നത് കണ്ടു. നല്ല കണ്ണൊക്കെ എഴുതി ഒരു സുന്ദരിയായൊരു പരുന്ത്. സുന്ദരനാണോ സുന്ദരിയാണോ എന്നറിയില്ല. ഇത് ഏതാ പരുന്തെന്ന് മനസ്സിലായോ? ഇത് കിന്നരി പരുന്തിൻ്റെ കുട്ടിയാണ്, ചേഞ്ചബിൾ ഹോക്കികളുടെ ജുവനൈൽ. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടുവന്നപ്പോഴേക്കും നല്ല വിശപ്പായി. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പത്രോസേട്ടൻ്റെ കടയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കേശവമ്പാറ വ്യൂ പോയിന്റ് ഒക്കെ അടുത്തായിട്ട് ഒരു കുതിരയെ കണ്ടിട്ടുണ്ടോ? ആ കുതിരയുടെ ഹിസ്റ്ററി ഒന്ന് കേട്ടാലോ? ഇത് 2006 അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ ഇവിടെ ഒരു ഏറ്റവും നല്ല റിസോർട്ട് ഉണ്ടായിരുന്നു, ട്രോപ്പിക്കൽ ഹിൽ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് മീര ഫ്ലോർ എസ്റ്റേറ്റിൽ. അവിടെ സവാരിക്ക് വേണ്ടി 2 കുതിര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 കുതിരയിൽ അവർ റിസോർട്ട് ഫോറസ്റ്റുകാർ ഏറ്റെടുത്തപ്പോൾ ഓണർ കേസും കൊടുത്ത് 2 കുതിരയും റിസോർട്ടും എല്ലാം ഉപേക്ഷിച്ച് അയാൾ നാട് വിട്ടുപോയി. അന്ന് തൊട്ട് ഈ കുതിരകൾ 2 അനാഥനാണ്. പിന്നെ 2018 പ്രളയം വന്നപ്പോൾ ഒരു കുതിര പ്രളയത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ കാണാണ്ടായി. ഇപ്പം നിലവിൽ ഈ ഒരു കുതിര മാത്രമേ ഉള്ളൂ ജീവനോട്. ഇതിങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ വരും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി, അവിടെ പോയിട്ട് അവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് നിൽക്കും. ഇതിന് ഈ ഉപ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇതിൻ്റെ രോമമൊക്കെ ഇങ്ങനെ വെള്ള കളറായത്. ഇതിനെ നോക്കാനൊന്നും ആരുമില്ല. ഇതിനെ വളർത്താൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്തു നിന്നും. അഹിംസാവാദികളുടെ ഒരു ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടീമുണ്ട്, അശ്വിൻ എന്നാണ് പേര്. അയാൾ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ഇതിന് ഫോറസ്റ്റുകാർ പെർമിഷനൊക്കെ കൊടുത്തു വളർത്താൻ വേണ്ടി കൊണ്ടുപോകാൻ. DF പെർമിഷനൊക്കെ കൊടുത്തു. വണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ സാധനം ഓടിപ്പോയി. അങ്ങനെ കയറാൻ പറ്റണ്ടേ, അതുകൊണ്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണ് ഇത്തിരി കാഴ്ച കുറഞ്ഞു, ഒരു കണ്ണ് കാഴ്ച വന്നു. ചില്ലിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതിക്കാരുടെ സ്വന്തം ആനയാണ്. അതിപ്പോൾ ഇവിടെ വളർത്തുന്ന മൃഗം പോലെയാണ്. അത് ഒരു 5 വർഷം മുമ്പ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണി സമയത്താണ് അത് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് അവിടെ കാടിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഒരു 3 മണി സമയത്ത് ആന വന്ന് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ ഒരു തട്ട് നോക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഭാര്യയും മകളും ഉണ്ട്. നോക്കുമ്പോൾ വലിയൊരു ആന. അവൻ ഇങ്ങനെ വിശന്നിട്ട് എന്താ തപ്പി നടക്കണ പോലെ ഇങ്ങനെ പരതി ഇങ്ങനെ തുമ്പിക്കയും കൊണ്ട് അങ്ങനെ ഉള്ളിൽ ഒരു ഗ്ലാസ് അങ്ങനെ തള്ളി തുറന്നു. പിന്നെ അവർ ഭാര്യ മക്കളൊക്കെ പേടിച്ച് പിന്നെ ഫോറസ്റ്റുകാരനൊക്കെ വിളിച്ച് അങ്ങനെ അതുമ്പോഴേക്ക് ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്നു. പിന്നെ അവർ പടക്കമൊക്കെ വെച്ച് ആ സാധനത്തിന് പോയി. പക്ഷേ പിന്നീട് വർഷം ഈ മാർച്ച് മാസം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് മാസം തൊട്ട് ഏപ്രിൽ മെയ് വരെ ഇങ്ങനെ ഫ്രൂട്ട്സ് ചക്ക പേരക്ക അങ്ങനെ മാങ്ങ ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ അവ കൃത്യമായിട്ട് വർഷം മുടങ്ങാണ്ട് ഇന്ന് വരെ ഈ മാസം വരെ ഇപ്പോഴും അവിടെ ഉണ്ട്. പാടി കയറി കളിക്കുന്നത് ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെ ഒന്ന് കറങ്ങുന്നുണ്ട്. ഇനി കൂനുംപാലത്ത് വേലയൊക്കെ കഴിഞ്ഞിട്ട് അവൻ പോകുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഏരിയ ബൈ ഏരിയ ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഒരു കമ്പി പോലും ഇന്ന് വരെ അത് നശിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഉത്സവ കൂനുംപാലത്തിൽ 28-ാം തീയതി വേലയാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ വേല സമയത്ത് കറക്റ്റായിട്ട് വന്ന് സ്റ്റേജിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് കാട്ടാന നാട്ടാന ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പട്ടയൊക്കെ തിന്നുമ്പോൾ അപ്പുറത്ത് ഈ ആന നിൽക്കുന്നുണ്ട്. പക്ഷേ വേറെ ശല്യമൊന്നും ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനെല്ലാവർക്കും ഇഷ്ടമാണ്. നെല്ലിയാമ്പതിക്കാർക്ക് പൊതുവെ ഈ ആന പറയുമ്പോൾ നല്ല ഒരു അവരുടെ വീട്ടിലത്തെ ഒരു അംഗത്തിന് മാതിരിയാണ്. പാടിയായിട്ട് നടക്കുന്നതുകൊണ്ടും ഒരു ഇതുവരെ നശിപ്പിക്കാത്തതുകൊണ്ടും ആർക്കും ഒരു ശല്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അതിന് ഭയങ്കര ഇഷ്ടമാണ്. വീടിൻ്റെ പുക കണ്ട ചില സമയത്ത് ആന 1-2 പേരും മുടിക്കാൻ നിൽക്കും, ഓടിച്ചിട്ടുണ്ട്. അതിഷ്ടമല്ല, വീടിൽ പുക കണ്ട ആന ഓടിക്കും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആനയെക്കുറിച്ച് ഒരുപാട് പബ്ലിസിറ്റി ആയതുകൊണ്ട് നിറയെ ടൂറിസ്റ്റുകൾ വന്ന വഴിക്ക് ഇപ്പോൾ എൻ്റെ പേര് ഇതിൽ ഫേമസ് ആണ്. മാക്സിമം എൻ്റെ വീട്ടിൻ്റെ അവിടെ ആയിരിക്കും. അവിടെ പത്രോസാട്ടിൻ്റെ വീട് കൊണ്ട് നമ്മുടെ കടയിൽ വന്ന് അന്വേഷിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോഴുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ചില സമയത്തൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്ന് ഈ ആന ഒരു ശല്യം ചെയ്യാണ്ട് ഇങ്ങനെ വീട് വിടാൻ നിൽക്കുമ്പോൾ എല്ലാവരും അടുത്ത് പോകുന്നുണ്ട്. പക്ഷേ വേറെ സംഭവമുണ്ട്, ഇത് കാട്ടാനയാണ്. എപ്പോഴും അതിന് സ്വഭാവം മാറണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഫോറസ്റ്റുകാർ വന്ന് സഹകരിച്ചിട്ട് ആളുകളെ അടുപ്പിക്കാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അറിഞ്ഞു ചില സമയത്ത് അറിയാണ്ടായിരിക്കും ഈ ടൂറിസ്റ്റുകൾ പോകുന്നത്. അപ്പോൾ കാട്ടാനേൻ്റെ അടുത്ത് നാട്ടാന വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആനനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ചക്കയും മാങ്ങയ്ക്കുമാണ് പ്രധാനമായിട്ട് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അതിന് മേറ്റിംഗ് സീസൺ ആകുമ്പോൾ അത് ഇവിടുന്ന് നേരെ വാൽപ്പാറ വരെ സഞ്ചരിക്കുന്നത്.
അവിടുന്ന് നേരെ ആളിയാറ്, പിന്നെ തേക്കടി, പറമ്പിക്കുളം, പിന്നെ നേരെ നെല്ലിയാമ്പതി എത്തും. അത് ഈ ചക്ക സീസൺ ആകുമ്പോൾ നേരെ ഇവിടെ എത്തും. മേറ്റിംഗ് സീസൺ ആകുമ്പോൾ ഇത് വാൾപ്പാറയിലോട്ടും സഞ്ചരിക്കും. പിന്നെ ആൾക്കാരുടെ അടുത്ത് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ ആൾക്കാരെല്ലാം ഇതിനൊരു എന്താ പറയുക, ചില്ലിക്കൊമ്പൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹരമാണ്. നെല്ലിയാമ്പതിക്കാരൻ്റെ ഒരു ഹരമായിട്ടുള്ള ഒരു കൊമ്പനാണിത്. സ്വകാര്യ അഹങ്കാരം. അതെ, ചില്ലിക്കൊമ്പൻ പറഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയാണ്. പിന്നെ ബാക്കിയുള്ള ആനകൾ പോലെയൊന്നുമല്ല. ഇവിടെ വേറെ 2-3 ആനയൊക്കെ ഉണ്ട്. കട്ടക്കൊമ്പൻ, അത് ചില്ലിക്കൊമ്പൻ പോലെ തന്നെയുണ്ട് ഈ കട്ടക്കൊമ്പൻ പറയുന്ന ആന. പിന്നെ സൂചിക്കൊമ്പനുണ്ട്. പിന്നെ ഇവിടെ മോഡയായിട്ട് നടക്കുന്ന കുട്ടിക്കൊമ്പൻ, അങ്ങനത്തെ വേറെ ആനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഫാൻ ബേസ് പറഞ്ഞാൽ ചില്ലിക്കൊമ്പനാണ്. ഈ ഫോട്ടോഗ്രാഫേഴ്സും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും വന്ന് ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് ചില്ലിക്കൊമ്പൻ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു കാട്ടാനയാണ്, കാട്ടുജീവിയാണ്. അത് എപ്പോൾ എന്ത് സംഭവിക്കുക, അതിന് എന്ത് മൈൻഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി അതിനെ ഉപദ്രവിക്കാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ ശല്യപ്പെടുത്താതെ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ ശല്യം ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ആനയ്ക്കത് ആനയ്ക്കല്ല ദോഷം, നമുക്കാണ് ദോഷം. കാരണം അത് എപ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരാൾ ചെയ്യുന്ന തെറ്റ് കാരണം ബാക്കിയുള്ള എല്ലാവരും ബാധിക്കപ്പെടും. ഇതിന് കേസ്, ഈ വനംവകുപ്പിൻ്റെ കേസ് പറഞ്ഞാൽ അത് വലിയൊരു കേസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചില്ലിയെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ചില്ലിയെപ്പറ്റി ഓരോ കഥകൾ പറയാനുണ്ടാവും. ഞങ്ങൾക്കുണ്ടായ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. ഞങ്ങൾ ചില്ലിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില്ലി നമ്മുടെ നേരെ തന്നെ നോക്കി നിൽക്കുന്നൊരു വിഷ്വൽ. നമ്മൾ ഈ ഡെത്ത് സ്റ്റെയർ എന്നൊക്കെ പറയില്ലേ, അത്. നമ്മൾ കുറച്ച് ദൂരത്താണ്, ചില്ലി ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ ആളുടെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇതൊരിക്കലും ഇനി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല. അവൻ ഞങ്ങളെ തന്നെ നോക്കി നിന്ന ആ ഒരു നോട്ടവും സേഫാന്ന് അറിഞ്ഞിട്ടും കൂടി ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ഭയവും, നിങ്ങൾ തന്നെ ആ ഒരു വിഷ്വലൊന്ന് കണ്ടു നോക്കൂ. ചില്ലിക്കൊമ്പൻ ഓരോ തവണ നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോഴും നമുക്ക് ഓരോ കഥകളുണ്ടാവും പറയാൻ. ചില്ലിക്കൊമ്പൻ്റെ കഥകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. നിങ്ങൾക്ക് ചില്ലിക്കൊമ്പൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കമൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഞങ്ങൾ ചില്ലിക്കൊമ്പൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പുലിയാമ്പാറയ്ക്ക് പോയി ഇവിടെ നിന്ന് ഒരു ജീപ്പ് സഫാരിക്ക് പോവുകയാണ്. ഇവിടെ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഈ ജീപ്പ് സഫാരി. ഇവിടെ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്, മിന്നാമ്പാറയും മാട്ടുമലയും. ഈ 2 വ്യൂ പോയിന്റിലേക്കാണ് ഈ ജീപ്പ് സഫാരി കൊണ്ടുപോകുന്നത്. നല്ല ഓഫ് റോഡ് ആയിട്ടുള്ള വഴിയാണ്, നല്ല രസമാണ് പോവാൻ. ഫസ്റ്റ് വ്യൂ പോയിന്റ് വരെ ഞാൻ ബാക്കിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യം വണ്ടി ചാടുമ്പോഴും ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തും. അതുപോലെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വേണം വരുന്നതെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് രസമായിട്ട് ഇരിക്കാൻ പറ്റും. ഇതാണ് മിന്നാമ്പാറ വ്യൂ പോയിന്റ്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ്. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. നെല്ലിയാമ്പതിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്.
അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പം രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഞാൻ ബുദ്ധിപൂർവ്വം ഇപ്രാവശ്യം ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇനിയിപ്പോൾ വഴീൻ്റെ ആണോന്ന് അറിയില്ല, ഫ്രണ്ടിലും നല്ല ആട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിയേ, എങ്ങനെയാ ആടാതിരിക്കുക. ഇത് ഓഫ് റോഡിന് മാത്രം ഫേമസ് ആയിട്ടുള്ള റൂട്ടല്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് സൈറ്റിങ്ങും കിട്ടാറുണ്ട്. മ്ലാവും കാട്ടുപോത്തും ആനയും പുലിയെ വരെ കണ്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഡ്രൈവറേട്ടൻ്റെ പേര് സജീവ് എന്നാട്ടോ. ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ് എത്തി. രണ്ടാമത്തെ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ശരിക്കും വേറൊരു ലോകത്തെത്തിയ ഫീലാണ്. നല്ല പരന്ന് നടക്കുന്ന ഒരു വ്യൂ പോയിന്റ്. പിന്നെ ഇന്ന് വലിയ തിരക്കുമില്ല. ഞങ്ങൾ വന്ന സമയത്ത് ആകെ ഒറ്റൊരു ജീപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത് നല്ല തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ നിറയെ ജീപ്പായിരിക്കും അത്രേ. ഇവിടെ ഏകദേശം 80 ജീപ്പിനടുത്തുണ്ടെന്ന്. ഒരു ജീപ്പ് തന്നെ 5 ട്രിപ്പൊക്കെ അടിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ തിരക്ക് എന്തായിരിക്കും എന്ന്. നമ്മളെ ഈ ജീപ്പുകാർ വ്യൂ പോയിന്റ് സൈഡിലൂടെ പാറപ്പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അത്. നമ്മൾ ഏറ്റവും കൂടുതൽ കുലുങ്ങുന്ന ശരിക്കും ആ ഒരു സമയത്താണ്. പിന്നെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജീപ്പ് സഫാരി ഇഷ്ടപ്പെടും. ഈ ഒരു വ്യൂ പോയിന്റ് ശരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭ്രമരവും പിന്നെ ഈ അടുത്തിറങ്ങിയ വിലായത് ബുദ്ധയൊക്കെ ഇവിടെയായിരുന്നു ഷൂട്ടിംഗ് എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ആ നിൽക്കുന്ന മലകളിലെ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, നമുക്ക് ഗ്രീനിൻ്റെ തന്നെ കുറേ ഷെയ്ഡും പിന്നെ നല്ല റെഡ് കളർ മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അത്ര ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെഡ് കളർ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര കാറ്റാ, ക്യാപ്പൊക്കെ പറന്നു പോവാ. ദൂരെയാ വെള്ള കളറിൽ കാണുന്നത് പറമ്പിക്കുളം ഡാമാട്ടോ. ആ ഒരു ഭാഗം പറമ്പിക്കുളമാണ്. ഇപ്പം ഈ ജീപ്പ് സഫാരിക്ക് ഒരു ട്രിപ്പിന് നമുക്ക് 2000 രൂപയാണ് ചാർജ് വരുന്നത്. മാക്സിമം 7 ആൾക്ക് വരെ പോവാം. പിന്നെ നമ്മൾ വരുന്ന വഴിക്കായിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 60 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റായ മാട്ടുമലയിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. പരന്ന് കിടക്കുന്ന വ്യൂ ആണ് ഇവിടുന്ന്. നല്ല രസമാണ് ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ജീപ്പുകാരിപ്പോൾ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഈ വ്യൂ പോയിന്റ് കുറച്ച് നേരത്തേക്ക് കിട്ടി. ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഇന്ന് വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് നൂറടിയിലെത്തിയപ്പം ചില്ലിക്കൊമ്പൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെന്ന് കേട്ടു. ഞങ്ങൾ പോയി നോക്കിയപ്പം നമ്മൾ രാവിലെ കണ്ടതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് ചില്ലിക്കൊമ്പൻ ഇപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. മൂപ്പര് ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ചില്ലിക്കൊമ്പൻ്റെ കറക്റ്റ് റൂട്ടൊക്കെ അറിയാട്ടോ. ഇവർ പറഞ്ഞത്
ഇവിടെ നിന്ന് ഇറങ്ങില്ല, കുറച്ച് അപ്പുറത്ത് മാറി പരന്ന ഒരു സ്ഥലമുണ്ട്. ചില്ലിക്കൊമ്പൻ അതിലെയാണ് ഇറങ്ങാറ്. പിന്നെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് മെല്ലെയാണ് റോഡ് ക്രോസ് ചെയ്ത് പോവാന്നാണ്. ശരിക്കും ചില്ലിക്കൊമ്പൻ അങ്ങനെ തന്നെയാട്ടോ പോയതും. ഞങ്ങളിവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ചില്ലിക്കൊമ്പൻ ഒന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നത്. മൂപ്പര് ഫ്രണ്ടിലേക്ക് വന്നതും പെട്ടെന്ന് ഒരു സൂര്യപ്രകാശം അവന്റെ ഭാഗത്തേക്ക് അടിച്ചു. ശരിക്കും ഒരു സ്പോട്ട് ലൈറ്റ് കൊണ്ടുവച്ച മാതിരി ഉണ്ടായിരുന്നു. ശരിക്കും ഇതൊരു സെറിയൽ മൊമെന്റ് ആട്ടോ. ഇതെങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ ആ ചേട്ടന്മാര് പറഞ്ഞ പോലെ തന്നെ ചില്ലി കുറച്ച് അപ്പുറത്തേക്ക് മാറി മെല്ലെ നടന്നിറങ്ങി വെള്ളത്തിന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ ഉണ്ടല്ലോ ശരിക്കും ഒരു പൂരത്തിനുള്ള ആൾക്കാരാണ് ഇവിടെ നിന്ന് ചില്ലീനെ കാണുന്നത്. അധികവും ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നവരും സ്കൂൾ കുട്ടികളും ഒക്കെ ആയിട്ട് ഇവരൊക്കെ ചില്ലീനോട് ഓരോരോ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചില്ലീൻ്റെ അടുത്തുനിന്ന് മറുപടി ഒന്നും ഇല്ലെങ്കിലും ഇവരിങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോയെന്ന് സംശയം തോന്നിപ്പോവാ. അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഇവർ ചില്ലീനെ കാണുന്നത്. പിന്നെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചില്ലിനെ നോക്കി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. ചക്കയും മാങ്ങയൊക്കെ ആവുന്നതോടുകൂടി ചില്ലി നെല്ലിയാമ്പതി കയറും. പിന്നെ നെല്ലിയാമ്പതി അവന്റെ ഏരിയയാണ്. ഇവിടുത്തെ ഓരോ പാടിയിലുള്ള ഓരോ വീട്ടിലെ പ്ലാവും മാവും ഒക്കെ കയറി ഇറങ്ങി ഇവിടെയുള്ള ചക്കയും മാങ്ങയൊക്കെ അയച്ചിട്ടാണ് മൂപ്പര് ഇവിടുന്ന് പോവുള്ളൂ. ഇവിടെയുള്ള നാട്ടുകാർക്ക് പിന്നെ ചില്ലി സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് അവരും അങ്ങനെ അവിടെ പോയി അവന്റെ വഴി മുടക്കാനോ അവനെ ഡിസ്റ്റർബ് ചെയ്യാനോ പോകാറില്ല. അതുകൊണ്ട് ഭയങ്കര കാമായിട്ടാണ് ചില്ലിക്കൊമ്പനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയുള്ള എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും ചില്ലിനെ പറ്റി ഓരോരോ കഥകൾ പറയാനുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എത്ര വട്ടം വന്ന് പോയെങ്കിലും വീടിന്റെ പരിസരത്തിലുള്ള ഒരു കാര്യത്തിന് ഇവൻ ഒരു കേടുപാടും വരുത്തിയിട്ടില്ലെന്നുള്ളതാണ്. നിങ്ങൾ നെല്ലിയാമ്പതി പാർട്ട് 1 വീഡിയോയും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നെല്ലിയാമ്പതിക്കാരുടെ മാത്രമല്ല, ഇവിടെ വന്ന് ചില്ലിക്കൊമ്പനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ ചില്ലിക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും. അതാണ് ചില്ലിക്കൊമ്പൻ. അങ്ങനെ ഞങ്ങളുടെ ക്യാമറയും മനസ്സും ഒക്കെ നിറച്ച് അവൻ മെല്ലെ നടന്ന് റോഡും ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് കയറിപ്പോയി.